ജിൻസച്ച ഒരു കാലത്ത് തരംഗമായിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ ഈശോയുടെ ഒരു രൂപം വെച്ചിട്ട് ആമയും പറഞ്ഞ് ഇതൊരു 10 പേർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിയോഗങ്ങൾ അയച്ച് 10 പേർക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യണോ? ഇത് 10 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ തേങ്ങ തലയിൽ വീഴും. അയച്ചു കൊടുത്തവർക്ക് ലോട്ടറി അടിച്ചു. എത്ര പേരുടെ തലയിൽ തേങ്ങ വേണമെന്നോ എത്ര പേർക്ക് ലോട്ടറി അടിച്ചെന്നോ എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതൊക്കെ ചുമ്മാ ആരാ അടിച്ചിറക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. സ്പിരിച്വാലിറ്റിയുടെ ഒരു അമ്മാവൻ വൈബാണ്. അതൊക്കെ എടുത്ത് ദൂരെ കാട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു. അത് എത്രയും നല്ലതാണ് ഈ വിവാഹ ജീവിതം, കുടുംബജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ അതിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാണ്. ഈ കുടുംബജീവിതം, വിവാഹ ജീവിതം അത്രയും നല്ലതായതുകൊണ്ടാണ് അത് മാറ്റി വെച്ച് ഈശോയ്ക്ക് വേണ്ടി ലൈഫ് തിരഞ്ഞെടുത്ത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പൊ കല്യാണം കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ രാജ്യം തന്നിരിക്കുന്ന ഒരു നിയമമോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രൂവൽ ഉണ്ട്. ഈ ഒരു പ്രായം എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിക്കൽ. അതായത് വലിയ ആൾക്കാരൊക്കെ പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കേണ്ടത് ചിലപ്പം ഐസ്ക്രീമും പായസവും ഒക്കെയാണ്. ജസ്റ്റ് വൺ മോർ ഡേ, ഒറ്റ ദിവസം കൂടെ. ആ ഒരൊറ്റ ദിവസം ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മുടെ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയി നിൽക്കുന്ന സമയമായിരിക്കും. പഞ്ചറായിട്ട് കീറി പറഞ്ഞ് ചീഞ്ഞ് പഴുത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. ഇനി ഒരു പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് പോലും കാണാതെ ഒരു തരി വെട്ടമില്ലാത്തൊരു സമയമായിരിക്കാം. ജസ്റ്റ് വൺ മോർ ഡേ. എൻ്റെ അടുക്കൽ ഇരിക്കുവാൻ പറ്റിയ കൂട്ടുകാരനാണ് ഈശോ. ഇത് എത്ര പേർക്ക് മനസ്സോടെ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും? എന്നാൽ എൻ്റെ അടുക്കലിരിക്കുവാൻ പറ്റിയ കൂട്ടുകാരനാണ് ഈശോ എന്ന് എവിടെ വേണേലും സോഷ്യൽ മീഡിയയിലൂടെ യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വൈദികൻ. അതെ, നിങ്ങൾക്ക് ആരാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ഫാദർ ജിൻസ് ചീങ്കലച്ചൻ. ഇൻസ്റ്റഗ്രാമിലൊക്കെ അച്ഛൻ ഭയങ്കര വൈറലാണ്. എല്ലാവരുടെ ഇടയിലും സോഷ്യൽ മീഡിയയിൽ യുവജനങ്ങൾക്കിടയിൽ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാനങ്ങളിലൂടെയും മറ്റ് കാഴ്ചപ്പാടുകളിലൂടെയും ഒക്കെ അച്ഛൻ മറ്റുള്ളവർക്ക്, അതായത് യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ കാണപ്പെടുന്ന പല വിഷമങ്ങൾക്കും ഒരു പരിഹാരമാണ് ബഹുമാനപ്പെട്ട ജിൻസച്ചൻ. എന്നോട് പലപ്പോഴും പല യുവജനങ്ങളും അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ജിൻസച്ചനെ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയിട്ടുണ്ട്. അച്ഛൻ തന്നൊരു ഉപദേശം അതെൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ യുവജനങ്ങളുടെ തരംഗമായ ബഹുമാനപ്പെട്ട ജിൻസച്ചൻ ഇന്ന് ഷെക്കേനോടൊപ്പമുണ്ട്. ഹൃദയപൂർവ്വം ജിൻസച്ചൻ. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാ ഷെക്കേന പ്രേക്ഷകരുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തുറന്ന് നമ്മൾ നോക്കുമ്പോൾ അച്ഛൻ്റെ വീഡിയോ അടിയിൽ കമൻ്റൊക്കെ വരുന്നത്, എടാ ചക്കര എന്തിനാടാ ഈ അച്ഛൻ പട്ടത്തിന് പോയത്? അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പം എന്താ അച്ഛൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? നമ്മളെ എപ്പോഴും പേടിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഞാനും ചില സമയത്തൊക്കെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാടാ അച്ഛനാൻ പോയെന്ന്. ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ഈശോയാണ്. ഈശോയോട് തന്നെ ചോദിക്കണം, ഇതെന്തിനാ പുള്ളിയെ വിളിച്ചതെന്ന് ചോദിക്കണമെങ്കിൽ ഈശോയ്ക്ക് എനിക്ക് തോന്നുന്നൊരു വലിയ എസ്സേ റൈറ്റിംഗ് ഒക്കെ ഈശോ മിക്കവാറും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ, ദൈവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നമുക്കിങ്ങനെ ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ പറഞ്ഞു പോകേണ്ടി വരും. എന്നോടങ്ങനെ പേഴ്സണലി ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ, എന്തിനാ അച്ഛൻ പട്ടത്തിന് പോയെന്നൊന്നും. അങ്ങനെ അത്ര ക്ലോസ് ആയിട്ടൊന്നും ആരും ചോദിച്ചിട്ടൊന്നുമില്ല. കമന്റുകളിലൊക്കെ വരുന്നത് കാണാം. ആ കമന്റുകൾ കാണാം. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. വല്ല പ്രയർ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ മൈൻഡ് ചെയ്യാറില്ല. ചിലതൊക്കെ നമുക്കറിയാമല്ലോ എന്തൊക്കെ ഒഴിവാക്കി വിടണം എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും ദൈവവിളിയെക്കുറിച്ച് ചോദിച്ചാൽ ശരിക്കും ഉത്തരം പറയേണ്ടത് ഈശോ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പൗരോഹിത്യ ജീവിതത്തോടുള്ള ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊരു കുഞ്ഞായിരുന്നപ്പോൾ ഒരു കുഞ്ഞു തോന്നൽ ആയിട്ട് അത് ദൈവവിളി തോന്നി. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ഉറച്ച തീരുമാനമായിട്ട് എടുത്തു. ഉറച്ച തീരുമാനം വെച്ചാൽ ഓക്കെ സെമിനാരി പോകാമെന്നൊരു തീരുമാനം എടുത്തു. ഇപ്പം അച്ഛനായേക്കാം എന്നുള്ളൊരു തീരുമാനമൊന്നും ആയിരുന്നില്ല. ദൈവവിളിയുടെ ഒരു പിന്നാമ്പുറത്ത് കടന്നത് തീർച്ചയായിട്ടും ഏതൊരു വൈദികനെയും ഹെൽപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ നമ്മുടെ വേദപാഠം, നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ, മാതാപിതാക്കളൊരു സ്പെഷ്യൽ പ്ലേസ്, എല്ലാം അതിപ്പോൾ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും ഓരോ കുടുംബങ്ങളിലുമൊക്കെ. അപ്പോൾ ഇതെല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. എൻ്റെ സൗഹൃദങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, വായനകൾ ഇൻഫ്ലുവൻസ് ചെയ്തു. ഏറ്റവും മുകളിലായിട്ട് ഈശോയുടെ ഒരു വിളി സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പതുക്കെയാണ് അത് റിയലൈസ് ചെയ്ത് കിട്ടിയത്. പക്ഷേ ഒത്തിരി കാരണങ്ങളുണ്ടാവും എൻ്റെ ഒരു ദൈവവിളിയുടെ പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. 10ാം ക്ലാസ്സിൽ
സെമിനാരിൽ പോകാൻ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും നല്ലൊരു തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പുറകെ മുമ്പോട്ട് പോയി സ്ട്രഗിൾസ് ഉണ്ടായി, തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനത്തെ ഒത്തിരി സ്ട്രഗിൾസൊക്കെ ഉണ്ടായി. ഡീക്കം പട്ടം കിട്ടി, തിരുപ്പട്ടം കിട്ടുന്നതിൻ്റെ തലേ രാത്രി വരെ ഇച്ചിരി കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒക്കെ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് ഒരു ഒരു ഡിവൈൻ ഫിയർ എന്നൊക്കെ പറയില്ല, ഒരു ദൈവികമായ ഭയം, ഒത്തിരി കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നത്. മെയിൻലി എനിക്ക് എപ്പോഴും അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ, അതിൻ്റെ ഒരു നന്ദിയും എല്ലാം കൊടുക്കാനുള്ളത് ഈശോ വിളിക്കുകയാണല്ലോ, നമ്മുടെ ഒന്നും നോക്കാതെ. ഈ പൗരോഹിത്യത്തിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും ഒരു തീ കത്തുന്ന ഒരു അവസ്ഥ അല്ലേ? തീയല്ല, എനിക്ക് തോന്നുന്നു തീയും കുറേ മണ്ണെണ്ണയും പെട്രോളും ഡീസലും എല്ലാം കൂടി ഇട്ട് ഒരു വമ്പൻ ബോംബ് പൊട്ടണ പോലത്തെ ഒരു അനുഭവമൊക്കെ ആയിരുന്നു അന്ന് വൈകുന്നേരം. നമുക്ക് നമ്മുടെ സഭയിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതായത് തിരുപ്പട്ടത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളെ ഒരു പെട്ടിയൊക്കെ തന്നെ ഇറക്കി വിടുന്നൊക്കെ ഒരു ശീലമുണ്ട്. പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ പെങ്ങന്മാരത് കൊടുത്തിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ വീട്ടിലെ പ്രാർത്ഥന, പിന്നെ കുറച്ച് ബന്ധുക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ, അയൽപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുറിയിൽ അമ്മേനെ വിളിച്ചിരുത്തി, എൻ്റെ കട്ടിലിൻ്റെ അമ്മേനെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ കരഞ്ഞു, വഴക്കുണ്ടാക്കി. അമ്മ വലിയ ദീർഘശ്വാസങ്ങളെടുത്തു. ഞാൻ കയറിപ്പോയ സ്ട്രഗിൾസൊക്കെ അമ്മയ്ക്കും ചാച്ചനൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അന്നൊരു രാത്രി, കാരണം അമ്മയ്ക്കും എക്സ്പീരിയൻസ് ഇല്ല, എനിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു രാത്രിയാണ്. കാരണം പിറ്റേ ദിവസം നമ്മൾ ബലിപീഠത്തെ സമീപിക്കുകയാണ്, ഏറ്റവും അടുത്ത് ഔദ്യോഗികമായി സഭയോട് ചേർന്നിട്ട്. ആ തലേരാത്രി വല്ലാത്തൊരു തീയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദാനിയേൽ സിംഹക്കുഴിയിലേക്കൊക്കെ പെട്ടുപോയാൽ നെഗറ്റീവായിട്ട് എടുക്കല്. കാരണം എന്താണ് ഇനി മുമ്പിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇത്രയും കാലം നമ്മൾ സെമിനാറിലൊക്കെ നിന്നു, ആ ടൈം ടേബിളൊക്കെ അനുസരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൃത്യമായിട്ട് അങ്ങനെ ഒരു ഫോർമാറ്റിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി സീരിയസ്ലി ഈ 10-12 കൊല്ലം പഠിച്ചതിൻ്റെ ഇനിയാണ് ഇതിൻ്റെ റിയാലിറ്റി വരുന്നത്. പക്ഷേ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചോ ശുശ്രൂഷകളോ നാളെ എന്താ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഭയങ്ങളൊന്നും ആയിരുന്നില്ല. ബട്ട് ഈ സമീപിക്കുമ്പോൾ എന്തിനോടാണോ നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ആ മലയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ ചുട്ടുകൊല്ലണം എന്നൊക്കെയുള്ള കാഠിന്യമേറിയ നിയമം, ബലിപീഠത്തെ അയോഗ്യതയോടെ അടുത്ത് വരുന്നവനെ ഛേദിച്ച് കളയുന്ന ഒരു സാധ്യതകൾ, ശരിക്കും ആ ബലിപീഠത്തെ ദൈവസാന്നിധ്യത്തെയൊക്കെ ഓർത്തിട്ടുണ്ടായൊരു ഭയമാണ്. ഞാനോ കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു സുന്ദരമായ വായനയുണ്ട്, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഗിദെയോനെ ഇങ്ങനെ വിളിച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ശക്തനും ധീരമായ മനുഷ്യ, നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും ഗിദെയോൻ പറയുന്നുണ്ട്, അയ്യോ കർത്താവേ. മലയാളം ബൈബിൾ അങ്ങനെ കൊടുത്തേക്കാണ്, അയ്യോ കർത്താവേ ഞാനോ. അപ്പോൾ അവിടെയാണ് ദൈവദൂതൻ ഒരു ശക്തി കൊടുക്കുന്നത്, നീ മതി, കാരണം നീ അല്ല, വിളിച്ച ആള്, നിന്നെ ഇത് ഏൽപ്പിച്ച ആള് ആണ് പ്രധാനം. എനിക്ക് തോന്നുന്നു അന്ന് രാത്രിയിൽ ഒത്തിരി കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നതിൽ ഒന്ന് ഓർമ്മയിൽ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ അത് മാത്രം മതിയായിരുന്നു ഓർമ്മയിൽ നിൽക്കാൻ. അമ്മ പറഞ്ഞു തന്നൊരു കാര്യം അതാണ്, നീ അല്ല, വിളിച്ചവനാണ്, അതുകൊണ്ട് നീ കയറിക്കോളാൻ, മുമ്പോട്ട് പൊക്കോളാൻ. ശരിക്കും ഒരു കണ്ണുനീരിൻ്റെയും ഒരു പേടിയുടെയും വിറയുടെയും ഒക്കെ ഒരു രാത്രിയായിരുന്നു ഈ തലേദിവസം പട്ടത്തിൻ്റെ തലേന്ന്. അതെനിക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല മോനെ, അത് എനിക്ക് തോന്നുന്നു പൗരോഹിത്യത്തെ സീരിയസ് ആയിട്ട് എടുത്ത എല്ലാ വൈദികർക്കും അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്ട്രഗിള് നമുക്കൊരു തെളിവാണ്, ഇത് വിളി സ്ട്രോങ് ആണ്, കർത്താവ് ശരിക്കും വിളിച്ചേക്കാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇത് നമ്മുടെ കയ്യിലാണെന്നൊക്കെ ചിന്തിച്ചങ്ങ് പോകും. കർത്താവിൻ്റെ കയ്യിലാണ്, കർത്താവ് കൈവിട്ട തീർന്നു പോകുന്നൊരു ലൈഫാണ്. എനിക്ക് തിരിച്ച് ചിന്തിക്കുമ്പോൾ അത്രയ്ക്ക് നന്ദിയോടെ ഈശോയുടെ മുമ്പിൽ എത്രയാണ് ഓർക്കാനുള്ളത്. ഈശോ പിടിച്ചതുകൊണ്ട് ഞാൻ അച്ഛനായി, പിന്നെ അമ്മയും അപ്പനും ഒക്കെ മുട്ടക്കുത്തി നിന്നുകൊണ്ട് നമ്മൾ നേരെ നിന്നു. അത്ര എനിക്ക് ചിന്തിക്കാൻ ഓർക്കുന്നുള്ളൂ, നന്ദിയോടെ ഓർക്കാൻ അതാണുള്ളത്. ജിൻസച്ചനൊക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ഒരു വേർഡാണ് ജസ്റ്റ് വൺ മോർ ഡേ, ഒരു ദിവസം കൂടെ നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛൻ ഈശോയെ അത്രമാത്രം ഒരു സ്വന്തം കൂട്ടുകാരൻ എന്ന നിലയിലൊക്കെ അച്ഛൻ ഈശോയെ കൊണ്ട നടക്കുന്ന ഒരു വൈദികനാണ്. അപ്പോൾ ഒരു യുവാവ് ഒരു ദിവസം അച്ഛന് അല്ലെങ്കിൽ ഒരു യുവതി മെസ്സേജ് അയക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ, അച്ഛാ എനിക്ക് ജീവിക്കണ്ട, ചിലപ്പം ഒരു ലവ് ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലോ അവളുടെ ജീവിതത്തിലോ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയക്കെണികളാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭങ്ങളിൽ അച്ഛൻ നൽകുന്ന ഒരു സന്ദേശം അവർക്ക് എങ്ങനെയായിരിക്കും? എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ അച്ഛന് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ട്? ഒത്തിരി ഇപ്പം നമുക്ക് ഇപ്പം ഇമെയിലുകളായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും ഒത്തിരി മെയിലുകൾ, പ്രാർത്ഥനാ നിയോഗങ്ങളും ഇല്ലെങ്കിൽ സങ്കടങ്ങൾ, ആളുകൾ കൂടുതൽ യുവജനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കൂടുതലും മെസ്സേജുകളും യൂത്തിൽ നിന്നാണ് വന്നേക്കുന്നത്.
അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം അമൽ ചോദിച്ച പോലെ അങ്ങനെ ഈശോയെ ഒരു സുഹൃത്തായിട്ട് കാണുന്ന ഒരു ലെവലിലല്ല ഇപ്പം എനിക്ക് പേഴ്സണലി. അത് അവിടെയാണ് തുടങ്ങിയത്. എൻ്റെ ഒരു വൈദിക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല വചനപ്രഘോഷണം ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്തൊരു കാലം എന്നെ ഹെൽപ്പ് ചെയ്തത്, ബഡ് ചെയ്ത് ചാടിക്കയറാൻ എന്നെ സഹായിച്ചത് എപ്പോഴും ഇങ്ങനെ ഈശോ ഒരു സൗഹൃദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയത്. പക്ഷേ ഇപ്പം അതങ്ങനെ അല്ല. ആ ലെവലൊക്കെ നമുക്ക് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നല്ലതാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരി ഈശോയെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തീർച്ചയായിട്ടും എനിക്ക് തോന്നും ഒരു സ്നേഹിതനായിട്ട് എപ്പോഴും കൂടെയുള്ള ഒരാളായിട്ട് കണ്ടു തുടങ്ങുക ബേസ് ലെവലിൽ. പക്ഷെ അത് മാറണം. എനിക്കത് സമയം എടുത്തിട്ടാണ് മാറിയത്. പക്ഷെ എന്നെ ഈശോയുമായിട്ട് കൂടുതൽ അടുപ്പിച്ചത് ശരിക്കും ഈശോയിലുള്ള ആ ഒരു സൗഹൃദം തന്നെയാണ്, ഈശോയുടെ ആ സ്നേഹം. എവിടെയോ ഇങ്ങനെ വായിച്ചവർക്കുണ്ട് ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഇങ്ങനെ 5,000 പേർക്ക് കൊടുത്തതോ വെള്ളം വീഞ്ഞാക്കിയതോ ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഈശോയുടെ ആ 30-ാം വയസ്സിൽ 12 ചെറുപ്പക്കാർ കൂട്ടുകാരായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അമലിന് എത്ര കൂട്ടുകാരുണ്ടെന്ന് ചുമ്മാ എണ്ണി നോക്കി, എനിക്ക് 3 പേരേ ഉള്ളൂ ഏറ്റവും അടുത്ത് എത്രയും ക്ലോസ് ആയിട്ടൊക്കെ. ഇപ്പം ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നും അതാണ് ആ സൗഹൃദം. 12 ശിഷ്യന്മാരെ കൊണ്ട് ഈശോ ചില പരിപാടികൾ സഭയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ചെയ്തു തുടങ്ങി. ഇന്ന് നമ്മളെ എൻ്റെ ഒരു വൈദികൻ നിലയിൽ അമലിനെ ഈശോയുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞൻ നിലയിലൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ ആദ്യം തന്നെ നമ്മളൊരു കൂട്ടുകാരനായിട്ട് തന്നെയാണ് കാണുന്നത്. ഈശോ നമ്മളെ കാണുകയാണ്. എനിക്കിന്ന് ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരെയും അങ്ങനെ വിളിക്കുന്നത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ആകെ ചീഞ്ഞ് ചമ്മി നിൽക്കുകയായിരിക്കും, കീറി പറഞ്ഞൊക്കെ നിൽക്കുകയായിരിക്കും. പക്ഷേ അവിടെ നമുക്ക് കയറിപ്പോരാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് എന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഈശോയെ അങ്ങനെ കണ്ടു തുടങ്ങുന്നതല്ല. ഞാനൊരു പുരോഹിതൻ നിലയിൽ ആ സ്റ്റേജ് മാറി. എനിക്കിപ്പോൾ ഈശോയെ ഒറ്റ വാക്കി വിളിക്കാൻ സ്നേഹിതൻ എന്നതിനേക്കാൾ ഞാനിപ്പോൾ വിളിക്കുന്നത് പരിശുദ്ധൻ എന്ന് തന്നെയാണ്. അതാണ് സഭ മുഴുവനായിട്ട് കാണുന്നതും. ഈശോയെ നമ്മൾ എങ്ങനെ കാണുന്നത് വെച്ചാൽ പരിശുദ്ധനായ ആ ദൈവം. അല്ലെങ്കിൽ നമ്മൾ ആ ഒത്തിരി ക്ലോസ്നെസ് വരുമ്പോഴത്തേനും ചില സമയത്തൊരു അബദ്ധം പറ്റിയേക്കാം. അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അങ്ങനെ വലിയ നമ്മുടെ ഒരു ആരാധനാ മനോഭാവം ചിലപ്പോൾ കുറഞ്ഞു പോകും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു കൂടുതൽ സ്വാതന്ത്ര്യം ഈശോയുടെ വരും. ഈശോയ്ക്ക് അത് കുഴപ്പമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ആ ആത്മീയത ലെവലിങ് കയറിക്കൊണ്ടിരിക്കണം. ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പോഴും ഈശോയെ സ്നേഹിതനായിട്ട് കണ്ടതാണ് എന്നെ സഹായിച്ചത്. അത് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ അടുത്തിപ്പം ഇമെയിൽ അയക്കോ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കോ ഇല്ലെങ്കിൽ പേഴ്സണലി കാണാൻ വരുന്ന ആ കുട്ടികളോട് യുവജനങ്ങളോട് പ്രധാനമായിട്ട് പറയുന്ന ഇതാണ്, ഇങ്ങനെ ഒരാൾ നിനക്കുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്രണയ നൈരാശ്യം ആണെങ്കിൽ തന്നെ ഇപ്പോൾ പല പ്രായത്തിൽ ചിലപ്പോൾ ഒരു ചതിക്കുഴി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കാം, ഇല്ല നല്ലൊരു പറ്റീര് കിട്ടിയതായിരിക്കാം. എന്തു വന്നാലും അവർക്ക് അതിനകത്തുനിന്ന് കയറി പോരാൻ വേണ്ടി എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു വലിയ കാര്യം, സ്റ്റിൽ ഇപ്പോഴും ഒരാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആൾ പറ്റിച്ചു, മറ്റേ ആൾക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നു, മറ്റേ ആൾ ചിലപ്പോൾ നമ്മുടെ സ്നേഹത്തെ മറ്റൊരു രീതി കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ഒരു ബാധകളും ഇല്ലാതെ, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ, നിന്നിൽ നിന്നൊന്നും തിരിച്ചൊന്നും കിട്ടിയില്ലേ പോലും അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ, ആ ഈശോയാണ് യൂഷ്വലി ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാറ്. പ്രത്യേകിച്ച് ഒരു 1-to-1 കോൺവെർസേഷനൊക്കെയുള്ള സാധ്യത, പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ധ്യാനത്തിന് ഹീൽ എന്ന് പറഞ്ഞൊരു ധ്യാനമുണ്ട്. കൂടുതൽ ഇപ്പം 100 പേര് വരികയാണെങ്കിൽ അതിനകത്ത് 90 പേര് യുവജനങ്ങളായിരിക്കും. അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളായിട്ടൊക്കെ വരുന്നതാണ്. അവരെന്ത് സങ്കടമായിട്ട് വന്നാലും ഞാൻ അവരെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, നിൻ്റെ ഇങ്ങനത്തെ ഒരു കീറിയ അവസ്ഥയിൽ, ഒരു പഞ്ചറായി പോയൊരവസ്ഥയിൽ സ്റ്റിൽ യു ആർ ലൗഡ്, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ നോക്കിയാൽ ചിലപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ആയിരിക്കും കൂട്ടുകാരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും കൂടെ നടക്കാനും കമ്പനി അടിക്കാനും ഒക്കെ. പക്ഷെ എപ്പോഴും ശരിക്കും നമുക്ക് ആ സൗഹൃദം വേണ്ടേ അല്ലേ? നമ്മൾ ഒറ്റപ്പെട്ടങ്ങ് പോയി ഒന്നും ഇല്ലാണ്ടായി പോകുന്നൊരു സമയത്ത്, പറ്റിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് വേണ്ടത്. കാണത്തില്ല എനിക്കാറ്. ലൈഫ് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചൊരു കാര്യം അതല്ലേ. എല്ലാ മനുഷ്യരും എല്ലാവരും അവരുടെ ഒരു കുഞ്ഞു കുഞ്ഞു ലോകത്തിലാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒത്തിരി വിഷമിച്ച് നിൽക്കുന്നവരെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എല്ലാവരുടെയും കയ്യിൽ സമയമൊന്നുമില്ല. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം. പക്ഷെ അവിടെ സമയവും തുറന്നു പിടിച്ചൊരു ഹൃദയവും ആയിട്ട് ഒരാളവിടെ ഉണ്ട്. എനിക്ക് വേണ്ടി ഒരു സമയം മുഴുവൻ മാറ്റിവെച്ച് ഈശോ മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് പോയിരിക്കാനാണ് ഞാൻ പിള്ളേരോട് പറയാം. പക്ഷെ അപ്പം എനിക്ക് എന്നെ ഉള്ളിൽ എപ്പോഴോ ഒരു കാലത്ത് തോന്നിപ്പോയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ജസ്റ്റ് 1 more day, ഒരു ദിവസം കൂടെ നോക്കാം. ഒന്നുകൂടെ നോക്കാമെന്നല്ല, ഒന്നുകൂടെ നോക്കാനുള്ള ഒരു ശക്തിയും ചിലപ്പോൾ ഉണ്ടാവില്ല. മനസ്സിലായി? ഒരു പരീക്ഷയ്ക്കൊക്കെ തോറ്റുപോയി നമ്മൾ പറയാണ്, എടാ ഒന്നുകൂടെ നോക്കടാ. ഒന്നുകൂടെ നോക്കാൻ പറ്റിയല്ലായിരിക്കും. അങ്ങനെ മൈൻഡ് ഔട്ടായിട്ട് നിൽക്കായിരിക്കും. എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ബോധ്യം അതാണ്, ജസ്റ്റ് 1 more day. ഇപ്പം ചിലപ്പോൾ ഇതെല്ലാം വലിച്ചെറിയാൻ തോന്നും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വന്നിട്ട് ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ടൊക്കെ വന്ന് ധ്യാനത്തിൽ വരും. ഇല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലപ്പം ആദ്യകാലത്തൊക്കെ മെസ്സേജുകൾ വരുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇപ്പം മിക്കവാറും ഇവരിപ്പം മരിച്ചു പോകുന്ന സ്ഥിതി. അത്രയും വലിയ സങ്കടങ്ങളാണ്. നമുക്കത് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് അത് ചിലപ്പോൾ കഥയായിട്ടൊക്കെ തോന്നും. അത്രയും തീ പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്ന കുഞ്ഞുങ്ങളുണ്ട്. കുറേ കമ്പാരിസൻ്റെ ഇരയായി,
കുറേ ഇങ്ങനെ അവർ ആഗ്രഹിച്ച രീതിയിൽ എത്താൻ പറ്റിയില്ല. അവരുടെ കൂട്ടുകാർ, അവരുടെ കൂടെയുള്ളവരൊക്കെ കയറിപ്പോകുന്നു, അവർക്ക് പറ്റുന്നില്ല. ചിലത് തീർത്തും നിരാശപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ജോലി അല്ലേ, അത് ജോലി ഇല്ലാണ്ട് എത്ര കാലം നിൽക്കും? നാട്ടുകാരെയും വീട്ടുകാരെയും ചോദ്യം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ല. മതിയെന്ന് തോന്നിപ്പോകുന്ന പിള്ളേരുണ്ട്, വലിയൊരു ഉണ്ട്. എല്ലാവരുമായിട്ട് കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളതാണ്, എൻ്റെ ഉള്ളിൽ കിട്ടിയ ബോധ്യമാണ്. ജസ്റ്റ് 1 more day, ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം. ആ ഒരൊറ്റ ദിവസത്തെ, ആ 24 hours കർത്താവ് പ്രവർത്തിക്കും. അതിനിടയ്ക്ക് പോയിട്ട് ആരാധനയ്ക്ക് ഇരിക്കണം. ഇല്ല നമ്മൾ ചിലപ്പോൾ തീർന്നു കളയും. മതി, എനിക്ക് വേണ്ട, പരീക്ഷ തോറ്റു, ഇല്ല ഒരു ഉഗ്രൻ തേപ്പ് കിട്ടി, മതി, ഇനി വേണ്ട, അപ്പനുമില്ല അമ്മയില്ല, ആരും സഹായിക്കുന്നില്ല, കൂട്ടുകാരും മനസ്സിലാക്കുന്നില്ല, ഇനി എന്തോരം കാലം ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നു, നിർത്തിയേക്കാം തോന്നിപ്പോവും. ജസ്റ്റ് 1 more day ആരാധനയ്ക്ക് പോയിരിക്കും. ആ 24 hours കർത്താവ് പ്രവർത്തിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ട് റിക്വസ്റ്റ്, പ്രയർ റിക്വസ്റ്റ് മാത്രമല്ല വന്നേക്കുന്നത്, ഇഷ്ടം പോലെ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു. ഇങ്ങനെ പോയി പിള്ളേർ ആരാധനയ്ക്ക് ഇരുന്നിട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇപ്പോഴും ഇതിപ്പോൾ നമ്മുടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്ന നമ്മുടെ ഷെക്കിനെ കൂടെ ആയിരങ്ങൾ ചിലപ്പോൾ കാണും. അതിനകത്ത് ഒരാൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു വിഷമത്തിലാണെങ്കിൽ അയാളോടും അച്ഛന് പറയാനുള്ളേ ഉള്ളൂ, അമ്മലും ഒന്നും പറയേണ്ടി വരും. ജസ്റ്റ് 1 more day, ഒറ്റ ദിവസം കൂടെ. നമ്മളല്ല ഇത് നോക്കണേ, ഈശോ നോക്കിക്കോളും. നമ്മുടെ വീടുകളിലൊക്കെ 1-2 മക്കളേ ഉള്ളൂ, ഒന്നുപോലും ഉണ്ടാകണമെന്നില്ല, അത്രമാത്രം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ചേച്ചിയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രമാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ക്രൈസ്തവ കൂട്ടായ്മ. അപ്പോൾ ദൈവവിളികൾ ആ 2 പേരിൽ ഒരാളെ എങ്ങനെയാണ് വിടുന്നത് എന്നൊക്കെയുള്ള ഒരു തേങ്ങലുകൾ മാതാപിതാക്കൾക്ക് എന്തായാലും ഉണ്ടാവും. അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ അത് ദൈവം അറിഞ്ഞ് വിളിച്ചതായതുകൊണ്ട് അച്ഛനെ ദൈവം തിരഞ്ഞെടുത്തു, മാറ്റി നിർത്തി. അതുപോലെ തന്നെ ദൈവവിളികൾ കുറയുകയില്ല, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതൊരു നെഗറ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുക, ക്രൈസ്തവർക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് 2 മക്കൾ അല്ലെങ്കിൽ 1 മക്കൾ, അവരെ എങ്ങനെയെങ്കിലും പഠിച്ച് ഹയർ ലെവലിൽ കേരളത്തിൽ നിന്ന് പറിച്ചു നട്ട് വേറൊരു എബ്രോഡിലോട്ട് അവർക്കൊരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനിച്ച് വളർന്ന ആ ക്രൈസ്തവ മൂല്യങ്ങളെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ട് വേറൊരു ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് ക്രൈസ്തവ വിശ്വാസത്തെല്ലാം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ? എങ്ങനെയായിരിക്കാം അച്ഛൻ്റെ ഒരു നിലപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? പേഴ്സണലി മോനെ, ഇപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുള്ളതാണ് ഒത്തിരി അനുഗ്രഹം. ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയിൽ, പാലായിലുള്ള ഒരു ഫാമിലി, 7 പിള്ളേരുണ്ട്. അതിനകത്ത് ഇപ്പോൾ 2 പേര് സെമിനാറിലോട്ട് പോയി. അതൊരു വലിയ ദൈവവിളിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാകണമെന്ന് പറയാൻ, ആധികാരികമായിട്ട് പറയാൻ അനുവാദമില്ലാത്തത് എൻ്റെ വീട്ടിൽ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. പറഞ്ഞ പോലെ ആ 2 പേരിൽ ഒരാൾ ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ലൈഫ് തിരഞ്ഞെടുത്ത് മാറി നിന്നു. ദൈവവിളി എവിടെയും കുറഞ്ഞു പോയിട്ടില്ല. ഇപ്പം ഈ ഒരെണ്ണം ഉള്ളെങ്കിൽ അത് ഈശോ തിരഞ്ഞെടുത്താണെങ്കിൽ ആ വഴിക്ക് പോകണം. മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരാൾ ദൈവവിളി സ്വീകരിച്ച് പോവുകയാണെങ്കിൽ തടസ്സപ്പെടരുത്, ഒരിക്കലും തടസ്സം നിൽക്കില്ല. ആത്മീയ വഴികളിൽ നമ്മൾ അടച്ചാൽ ഭൗതിക വഴി കർത്താവ് അടച്ചാൽ. അതുകൊണ്ട് ദൈവവിളി സ്വീകരിക്കുന്നത്, ഇപ്പോൾ ഒന്നേ ഉള്ളെങ്കിൽ ഒന്ന്, അവർക്ക് ഈശോയ്ക്ക് വേണ്ടി, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി മാറി നിൽക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ബ്ലസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പറഞ്ഞു ഇട്ടേക്കുക. അച്ഛാ, നമ്മുടെ ഈ യുവജനങ്ങളിൽ നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യുവജനങ്ങളെ കുറിച്ചാണ്. ജിൻസച്ചൻ എന്ന് പറഞ്ഞാൽ യുവജനം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിലും. 2 തവണയൊക്കെ ആയി ഞാൻ യുവാവ്. അപ്പം അച്ഛാ, എങ്ങനെയായിരിക്കാം ഈ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ യുവജനങ്ങളൊക്കെ ലിവിങ് ടുഗദറിലോട്ട് പോവുക? അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തായിരിക്കാം? അവർക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. ഇപ്പം എൻ്റെ കല്യാണം വരെ അടുത്തിരിക്കുകയാണ്. അപ്പം ഒരു കല്യാണത്തിലേക്ക് പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് കല്യാണത്തിനോടൊക്കെ ഒരു പേടി, ഒരു വിമുഖത ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അച്ഛൻ്റെ നിലപാട്, അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനോടുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ. എനിക്ക് അടുത്ത് പരിചയമുള്ള ആളുകളുടെ ഒരു ലൈഫ് വെച്ചിട്ട് എനിക്കൊന്ന് അതിൻ്റെ കമൻറ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അതിനെ ഒന്ന് ജനറൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടൊന്നും നമ്മൾ പറയേണ്ടതില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഒന്ന്, ഇപ്പം അമല് കല്യാണം കഴിക്കാൻ പോവാണ്, സന്തോഷമല്ലേ അല്ലേ, അതിന് പേടിയൊന്നുമില്ല. പേടിയുള്ളവരുണ്ട് വിവാഹ ജീവിതം വേണ്ട എന്നുള്ളത്. ചിലപ്പോൾ അത് കണ്ടിട്ട് പലരുടെയും ജീവിതം കണ്ടുകൊണ്ടായിരിക്കാം, വാർത്തകളിലോ ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ കണ്ടിട്ടായിരിക്കാം അവരുടെ മൂത്തവരോ ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒക്കെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായ ചില സങ്കടങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഒരു സങ്കടം എന്തിനാണ് എനിക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് പേടിച്ച് കല്യാണം കഴിക്കാത്തവരുണ്ട്. അതൊരു ഫിയർ ആയിട്ട് അവരുടെ ഉള്ളിൽ കിടക്കും. ഒത്തിരി പേരുണ്ട്, എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് അങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടില്ല. ഏത് ഭയവും ഈശോയ്ക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന പോലെ ഈ ഭയം എടുത്ത് മാറ്റാൻ പറ്റുന്നത്. കാരണം പേടിച്ചിരുന്നുകൊണ്ട് നമ്മൾ പുറകോട്ട് പോയാൽ സഭയിലൊരു കുടുംബത്തെയാണ് നമ്മൾ ഇല്ലാണ്ടായി പോകുന്നത്. പിന്നെ അതങ്ങ് നീണ്ടു പോകും. കുറേ ഒരു കഴിഞ്ഞിട്ട് ഓക്കെ ഈ പേടിയൊക്കെ മാറി ഇനി കല്യാണം കഴിച്ചേക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ
അത് നടക്കത്തില്ല. കാരണം സമയം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു, പിന്നെ പ്രാർത്ഥനാ നിയോഗം മാറ്റുന്നു. അച്ഛാ ഏജ് ഓവറായി, കല്യാണം നടക്കുന്നില്ല, പ്രാർത്ഥിക്കണം, അങ്ങനത്തെ നിയോഗങ്ങളിലേക്ക് പോകും. വിവാഹ ജീവിതത്തെ ഭയപ്പെടേണ്ടതില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയ ലൈഫാണ്. അച്ഛൻ എന്തിനത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മാറ്റിവെച്ചത് അതാണ്. കൊള്ളത്തില്ലാത്തതുകൊണ്ടല്ല, ഏറ്റവും നല്ല ദൈവവിളികളിൽ ഒന്നാണത്. ഏറ്റവും നല്ല ജീവിതമാണ് കുടുംബജീവിതം. എൻ്റെ അപ്പനും അമ്മയും കുടുംബജീവിതം തിരഞ്ഞെടുത്തുകൊണ്ടാണ് എനിക്ക് ഒരു വൈദികനായി തീർന്നത്. ആ കുടുംബജീവിതം അത്രയും, വിവാഹ ജീവിതം, ആ ബന്ധം അത്രയും നല്ലതായതുകൊണ്ടാണ് വൈദികർ അത് മാറ്റിവെക്കണം. അപ്പോഴാണ് അതിൻ്റെ വില ക്ലിയർ ആവുന്നത്. കൊള്ളത്തില്ലാത്ത എന്തെങ്കിലും മാറ്റിവെച്ചാൽ എന്തെങ്കിലും വിലയുണ്ടോ? ഇത് നല്ലതായതുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം അല്ല നിങ്ങളുടെ ജീവിതം, ചേട്ടൻ്റെയും ചേച്ചിയുടെയും ജീവിതം അല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഓക്കെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി, അത് തിരുത്താൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് വേണം, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പം അതിനു മുമ്പ് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയെ കണ്ടുമുട്ടുന്നു, പരിചയപ്പെടുന്നു, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ഇനി മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം ഈശോ നിങ്ങൾക്ക് തരികയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നുവെച്ചാൽ 15-ാം വയസ്സിൽ കണ്ടുപിടിച്ചു, 16-ാം വയസ്സിൽ പോയി കല്യാണം കഴിക്കാനല്ല പറഞ്ഞത്. നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു നിയമം നമ്മളോട് തന്നിട്ടുണ്ട്, ഏതൊരു പ്രായത്തിൽ കല്യാണം കഴിക്കാനുള്ളത്. നമ്മുടെ പാമ്പളാനി പിതാവ് എന്നാൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളത് ഐസ്ക്രീമും പായസമൊക്കെയാണ്, കല്യാണമല്ല. അപ്പോൾ എല്ലാം ഓക്കെ ആവട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊക്കെ നീണ്ടു പോകുള്ളൂ. എസ്പെഷ്യലി ഇപ്പം എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ള പിള്ളേർ ഒത്തിരി ഇങ്ങനെ പ്രണയത്തിലൊക്കെ ആയി, സ്നേഹം, സീരിയസ് ആയിട്ടുള്ള സ്നേഹം, ഞാൻ അവരോട് പറയാറുള്ളത്, ഓക്കെ നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിക്കൂ. ഒപ്പം തന്നെ ലിവിങ് ടുഗെദറിൻ്റെ ഒരു പ്രശ്നം ഇപ്പം ചോദിച്ചുകൊണ്ട് വന്നതാണ്. എന്തിനാണ് അങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുക്കണേ? ലിവിങ് ടുഗെദർ, ഇഫ് യു ആർ സീരിയസ്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പ്രണയം സത്യമാണ്, അതിനകത്തൊരു കലർപ്പും ഇല്ല, കമ്മിറ്റഡ് ആണ്, ഇത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല, കമ്മിറ്റ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സീരിയസ് ആണെങ്കിൽ സ്പീക്ക് വിത്ത് യുവർ പേരൻസ്, മാതാപിതാക്കളോട് സംസാരിക്കൂ, കല്യാണം കഴിക്കൂ. എന്തിനാണ് ഇങ്ങനെ ലിവിങ് ടുഗെദറിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും? അത് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഈ പാപത്തിൻ്റെ കൺസെപ്റ്റ്, ഒരു അഡൾട്ടറിയുടെ ഒരു വ്യാഖ്യാനങ്ങളും ഒക്കെ അവിടെ വരേണ്ടതേ. അച്ഛാ, ഈ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങൾ, ഒരു മരുഭൂമി അവസ്ഥ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ഇനി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും, പ്രത്യേകിച്ച് യുവജനങ്ങൾ. അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ വിട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലെവലിലോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. പലപ്പോഴും ദിവ്യകാരുണ്യത്തോടുള്ള ഒരു ഭക്തി, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, അതിനോടുള്ളൊരു ഭക്തി കുറഞ്ഞു വരുന്ന സാഹചര്യം. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ വിളക്കന്നൂരിൽ തന്നെ നമുക്ക് ദിവ്യകാരുണ്യ അടയാളം, ഈശോയുടെ രൂപം പ്രത്യക്ഷമായത്, അത് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. അങ്ങനെയൊക്കെയുള്ള ഈശോയുടെ പ്രത്യക്ഷീകരണം, വിശുദ്ധ കുർബാന സത്യമാണെന്ന് ഈ കാലഘട്ടത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ മറ്റുള്ളവരിലേക്ക്, വിശ്വാസമില്ലാത്ത യുവജനങ്ങൾക്കോ അതുപോലെ വിശ്വാസമില്ലാത്ത ജനതയ്ക്ക് അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അച്ഛന് എങ്ങനെ തോന്നുന്നു ഈ ദിവ്യകാരുണ്യവും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഒന്നൊരു വലിയൊരു ചോദ്യമാണത്. എനിക്ക് ഇപ്പം അങ്ങനെ വിശ്വാസം കുറഞ്ഞു പോകുന്നു എന്നുള്ളതേ മുമ്പേ ഒരു ചോദ്യം ചോദിച്ച പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു ആംഗിളിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നതിനെക്കാട്ടും കൂടുതൽ തീ പോലെ കത്തുന്ന യുവജനങ്ങളെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ കുരിശെടുത്ത് പുറത്തോട്ടുകൊണ്ട് നടക്കുന്നവർ, ബൈബിളും കൊണ്ട് കോളേജിൽ പോകുന്നവർ, ഈ അടുത്തിടയ്ക്ക് എൻ്റെ അത്രയും സൗഹൃദങ്ങളുള്ള ഒരാൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ വെച്ച് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ അവളുടെ ഗ്രാജുവേഷന് എല്ലാവരും ആ വലിയ ഗ്രാജുവേഷൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയി, ഇവളൊരു വലിയ കുരിശൊക്കെ എടുത്തുകൊണ്ട് പോയി, കുരിശൊക്കെ എടുത്ത് കഴുത്തായിട്ടുകൊണ്ട് പോയി. ഒത്തിരി പേര് എൻ്റെ അടുത്ത സൗഹൃദങ്ങൾ വന്നുണ്ട്. അറിയാവുന്ന ജോൺ പോൾ ബ്രദർ, നമ്മുടെ ഡാനിയൽച്ചൻ്റെ കൂടെയൊക്കെ സാക്ഷ്യം പറയാനൊക്കെ പോകുന്നതൊക്കെ കേട്ടില്ലേ? ജോൺ പോൾ ബ്രദർ എയർപോർട്ടുകളിൽ പോലും കുരിശെടുത്ത് തോളയിലിട്ടാണ് നടക്കുന്നത്. അദ്ദേഹം ഒരു യുവാവല്ല, പക്ഷേ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ് അദ്ദേഹം. അങ്ങനെ ഒത്തിരി തീ പിടിച്ച മനുഷ്യരുണ്ട്. വിശ്വാസം കുറഞ്ഞു പോകുന്നു എന്നൊരു പരാതി നമുക്ക് നിൽക്കുമ്പോഴും അപ്പുറത്തെ സൈഡ് മറ്റൊരു ആംഗിൾ നമ്മൾ കാണണം. ഈ കാലഘട്ടത്തിൽ, അതായത് പണ്ടത്തെ ഒരു ജനറേഷന് വിശ്വാസം ജീവിക്കാൻ കുറേ കൂടെ എളുപ്പമായിരുന്നു, പ്രാർത്ഥിക്കാനും പള്ളി പോകാനും. ഇപ്പം 100 കണക്കിന് ചലഞ്ചസാണ്. അതിൻ്റെ ഇടയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന പിള്ളേരുണ്ട്, തീ പോലെ കത്തുന്ന പിള്ളേർ. കഴിഞ്ഞൊരു തലമുറയെ നാണം കെടുത്തുന്ന രീതിയിൽ ഉള്ളിൽ ഈശോ ഇങ്ങനെ ജ്വലിക്കുന്ന നല്ല തീപ്പന്തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ല. ഇൻഫ്ലുവൻസുകൾ കൂടുതലാണ്. വിശ്വാസത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് പോകാനൊക്കെ അത്രയധികം ഈ ചൂണ്ടക്കൊളുത്തുകൾ കൂടുതലുള്ളൊരു കാലമാണ്. പലരും തോറ്റു പോകുന്നുണ്ട് അതിനകത്ത്. കാരണം ഒറ്റയ്ക്കായി പോവാണ്. ഈ
ഓഡ് മാൻ ഔട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അച്ഛൻ ഈ അടുത്തിടയ്ക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും. ആ പേടി കാരണം ചിലപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ വിശ്വാസം ഇല്ലാന്ന് പറയുന്നവരുണ്ടാകാം. ജിൻസച്ച, നമ്മളിപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് ഈ ഇൻ്റർവ്യൂ. അപ്പോൾ അച്ഛാ, യുവജനങ്ങളോട് അച്ഛനെ എന്താണ് പറയാനുള്ളത് ഈ അവസാന ഘട്ടത്തിൽ? ഒക്കെ ഒത്തിരി സന്തോഷം അമലിനോട് സംസാരിക്കാനൊപ്പം ഷെക്കന ടി വിയിലൂടെ ഒത്തിരി ആൾക്കാരോട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ വലിയ സമയത്തിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കൺക്ലൂഡ് ചെയ്യാൻ യുവജനങ്ങളോടും എല്ലാവരോടുമായിട്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ള ഇതാണ്: ആരാധനയ്ക്കിരിക്കുക. എന്ത് സംഭവിച്ചാലും, സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, ഒരു എംപ്റ്റിനെസ് ആവട്ടെ, ടോട്ടലി പൊളിഞ്ഞു നിൽക്കുകയാവട്ടെ, ആരാധനയ്ക്ക് പോയിരിക്കുക. ഇഷ്ടം പോലെയുള്ള സൊല്യൂഷൻ ഈശോ തരും. നീ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളാൻ പറഞ്ഞുള്ള ആർഭാടായിട്ട് ഈശോ സൊല്യൂഷൻ തരും. അനുഭവമാണ്. രണ്ടാമത് അതിനോട് ചേർത്ത് പറയാനുള്ളത്, ഈ സ്നേഹിക്കുന്ന ഈശോയെ, ഈ പരിശുദ്ധനായ കർത്താവിനെ പ്രഘോഷിക്കുക. അതിന് ഒരു മൈക്കോ അല്ലെങ്കിൽ ഒരു പോഡിയം, വലിയൊരു സ്റ്റേജ്, ഒരു സദസ്സൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല ഒന്നാം തരം മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ? ചിലപ്പോൾ EMI ഇട്ടൊക്കെ അടിച്ച് മേടിച്ചായിരിക്കും. അതെന്തെങ്കിലും ഉപകാരമാവട്ടെ. ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയ സാധനങ്ങളായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കണേ. സുവിശേഷം പ്രഘോഷിക്കുക. അതിനുവേണ്ടി എന്താ ഇങ്ങനെ ഇപ്പം ആരെങ്കിലുമൊക്കെ ചെയ്തത് ഷെയർ ചെയ്യുക എന്നുള്ളതല്ല. ഗെറ്റ് ഇൻ ടു ദ ഇവാഞ്ചലൈസേഷൻ. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ, ഇപ്പോൾ അച്ഛനോ ഇല്ലെങ്കിൽ ഷെക്കന ടി വിയിലോ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു അത് ഷെയർ ചെയ്യുക എന്നുള്ളതല്ല. അത് ചെയ്യാം ഒരു ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ബിക്കം അപ്പോസിൽസ്, ബിക്കം പ്രോഫറ്റ്സ്. സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി റെഡിയാകുക. ഈ കാലഘട്ടത്തിൽ പൗലോസ്ലിഹായൊക്കെ ചെയ്യുമ്പോൾ, അത് തെറ്റിദ്ധരിക്കലേ പറയുമ്പോൾ, പൗലോസ്ലിഹായൊക്കെ ചെയ്ത സുവിശേഷത്തെ പ്രഘോഷണത്തിൻ്റെക്കാൾ സ്പീഡിൽ, അവരുടെ അത്രയും തീക്ഷ്ണത നമുക്ക് ഉണ്ടാവില്ല, അത്രയും വിശുദ്ധി നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ അതിനെക്കാട്ട് സ്പീഡിൽ സുവിശേഷം നമുക്ക് എത്തിക്കാൻ പറ്റുന്ന കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ഈ ഗാഡ്ജറ്റ്സ്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, നാളെ മാർക്ക് സുക്കർബർഗോ ഇലോൺ മസ്കോ പുത്തൻ സാധനങ്ങൾ കണ്ടുപിടിക്കട്ടെ, അവിടെയെല്ലാം നമ്മൾ ഈശോയെ കൊണ്ടുവച്ച് സുവിശേഷം പ്രഘോഷിക്കുക. ഓപ്പൺ യുവർ ക്യാമറ, സ്പീക്ക് അബൌട്ട് ജീസസ്. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ഈശോയുമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ, അത് ചുമ്മാ തലക്കകത്ത് വെക്കാതെ, എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാതെ ഷെയർ. നിങ്ങളൊരു 1000 പേരോട് ഇത് പറഞ്ഞാൽ ഒരാൾ കേട്ടാൽ മതി, ലൈഫ് രക്ഷപ്പെട്ട് നമ്മൾ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറാണ്. അതിന് ഒരു മടിയും വിചാരിക്കേണ്ട. ധൈര്യമായിട്ട് ഓപ്പൺ യുവർ ക്യാമറ, ഒന്ന് ചിരിച്ച് കാണിക്കുക, ഈശോ മിശിഹായ്ക്ക് സ്തുതി പറയുക, വചനം പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഭയങ്കര സ്പീഡിൽ നമുക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് സുവിശേഷം എത്തിക്കാൻ വേണ്ടി പറ്റും. അതിന് ഒരു മടിയും കാണിക്കാതെ ചാടി ഇറങ്ങിക്കൊള്ളുക എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം നിങ്ങളാണ് സഭ, യുവജനങ്ങളാണ് സഭ, നിങ്ങളാണ് ആ സഭയെ മുന്നോട്ട് നയിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ഉണ്ടായെന്നുള്ളതല്ല, സഭ എങ്ങനെയൊക്കെ മുമ്പോട്ടോ പുറകോട്ടോ താന്നോ വീണോ ഒക്കെ പോകുന്നു എന്നുള്ളതല്ല. നമുക്ക് ഈ സഭയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഈശോ ഇപ്പം നമ്മുടെ കയ്യിലേക്കാണിത് തന്നിരിക്കുന്നത്. സുവിശേഷം എത്തിക്കാൻ ലോകത്തിൻ്റെ എല്ലാ അറ്റത്തേക്കും, ഇൻ്റർനെറ്റുള്ള എല്ലായിടത്തേക്കും സുവിശേഷം എത്തിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് ഈ ബാറ്റൺ ഈശോ തന്നിട്ടുണ്ട്. ഡോണ്ട് ബി ഹെസിസ്റ്റൻറ്റ്. ഇറങ്ങി മുമ്പോട്ട് ചാടി ഇറങ്ങണം. സുവിശേഷം ധൈര്യമായിട്ട് പ്രഘോഷിക്കണം. ഈ ലൈഫ് കൊണ്ട് ഒരു മീനിങ് ഉണ്ടാവണമെങ്കിൽ, ഈശോയ്ക്ക് നിങ്ങളെ ഓർത്ത് വെൽ ഡൺ മൈ ബോയ് മൈ ഗേൾ എന്ന് പറയണമെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കണം. മറ്റൊരു ആംഗിൾ ചിന്തിച്ചാൽ ഒത്തിരി അധികം നെഗറ്റിവിറ്റി ഉള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ മീഡിയ. ഒരുപാട് കുഞ്ഞുമക്കളെ, മുമ്പേ അമൽ ചോദിച്ച പോലെ, ഒരുപാട് മക്കൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഈ സോഷ്യൽ മീഡിയ കാരണമായെങ്കിൽ, ഒരുപാട് സൈറ്റാനിക് ഇൻഫ്ലുവൻസസ്, പാപത്തിൻ്റെ പുഴുക്കുത്തുകൾ, നീട്ടിപ്പിടിച്ച കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി കുഞ്ഞുങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അവനെ തുരത്തി ഓടിക്കാൻ അത്രയ്ക്കിരട്ടിയായിട്ട് സുവിശേഷം സോഷ്യൽ മീഡിയ എത്തണം. പാപങ്ങൾ ഇല്ലെങ്കിൽ പാപ സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ടോ? അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അത്രയും കൂടുതൽ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ അറിയപ്പെടാനോ നമുക്ക് വേണ്ടിയിട്ടല്ല, ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഈശോയെ കുറച്ചുകൂടെ സൂപ്പറായിട്ട് ഈശോയെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ തിന്മയെ ചവിട്ടി തൂരെ എറിയാൻ വേണ്ടി സാത്താൻ ഓരോ കാലഘട്ടത്തിലും ഓരോ ആയുധം ഉപയോഗിക്കാമല്ലോ. ഇപ്പം അവൻ സോഷ്യൽ മീഡിയ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ, അതേ ആയുധം വെച്ച് അവനെ ദൈവവചനത്തിൻ്റെ ഒരു എക്സ്ട്രാ പവറോട് കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സാത്താൻ്റെ നരക കവാടങ്ങൾ ഇളകുന്ന രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കണം. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മക്കൾ പറഞ്ഞാൽ മതി, സാത്താൻ കിടുകിട വിറയ്ക്കും. അത് ഈ കാലഘട്ടത്തിൽ ചെയ്യണം. എന്ന് തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗ, ഇന്ന് തുടങ്ങണം. നാളെ തുടങ്ങാം, നാളെ ശരിയാവട്ടെ, നാളെ മുടി ചെയ്യാം, നാളെ നല്ല ക്യാമറ മേടിക്കാം. നോ, ഇന്ന് തുടങ്ങിക്കോ. ബാക്കി കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ നല്ല പവറായിട്ട് ഈശോ കൊണ്ട് നടക്കും. ആൻഡ് പ്രാർത്ഥനാ ജീവിതം സൂപ്പറായിട്ട് തുടരുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അതാണ് യുവജനങ്ങളോടും ഇന്നിപ്പോൾ നമ്മളെ കേട്ട എല്ലാവരോടും, ഇനിയിപ്പോൾ ഇച്ചിരി ചീത്ത പറയുന്നവരോടും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോടും, കമൻ്റ് ഇടുന്ന നേരത്ത് സുവിശേഷം പ്രഘോഷിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. യെസ്.